അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. പ്രിയമുള്ളവരെ, പ്രലോഭനങ്ങൾ നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് നാം ജീവിക്കുക. ഒത്തിരിയേറെ പ്രലോഭനങ്ങളുടെ താഴ്വാരങ്ങളിൽ കൂടെയൊക്കെ നാം യാത്ര ചെയ്യുകയാണ്. നോമ്പ് എന്ന് പറയുന്നത് അതൊരു പരീക്ഷണ കാലഘട്ടം, ഒരു പ്രലോഭനത്തിൻ്റെ കാലഘട്ടമാണ്. എത്രത്തോളം ദൈവത്തോടു കൂടെ ഈ അടുക്കുമോ അത്രത്തോളം പൈശാചികശക്തി നമ്മെ ദൈവത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്നൊരു കാലഘട്ടം തന്നെയാണ് ഈ നോമ്പ് കാലഘട്ടം. ഈ പ്രലോഭനം നിറയപ്പെട്ട ലോകത്തിൽ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാനായിട്ട് സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന് കർത്താവ് പറയുകയാണ്. തൻ്റെ ക്രൂശമരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി പറയുന്ന കാര്യം, പരീക്ഷയിൽ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ സ്വാഭാവികമാണ്. അത് വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും പൗരോഹിത്യനായിരുന്നാലും പ്രലോഭനങ്ങൾ സ്വാഭാവികമാണ്. പ്രലോഭനത്തിൽ വഴുതി വീഴാതെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുമ്പോഴും കർത്താവ് നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ധ്യാനത്തിൽ നാം വായിച്ചു കേട്ടത്. ഇവിടെ ഇങ്ങനെ പറയുന്നത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാനായി സൂക്ഷിച്ചു കൊള്ളും. യാത്രകൾ ചെയ്യുമ്പോൾ ഈ യാത്രകളിൽ ഉടനീളം ഈ റോഡിൻ്റെ വക്കുകളിൽ ചില മുന്നറിയിപ്പ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എന്തിനാണത് വെച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ യാത്ര ചെയ്യുന്നവർക്കുണ്ട്. ശ്രദ്ധയോടുകൂടെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാനായിട്ട് ഈ മുന്നറിയിപ്പ് ബോർഡുകൾ ലക്ഷ്യമാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഈ മുന്നറിയിപ്പ് ബോർഡുകൾ എപ്പോഴാണോ ഈ അലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യുന്നത്, അവിടെയാണ് അപകടം സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ യാത്രകൾക്ക് ചില വിഘ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വലത്തോട്ട് പോകേണ്ടതെടുത്ത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ആപത്ത്, വലത്തോട്ട് പോകേണ്ടത് വലത്തോട്ട് തന്നെയാണ് പോകേണ്ടത്. മുന്നിൽ പാലം അപകടമെന്നറിഞ്ഞിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. അപകടമാണ് എന്നറിഞ്ഞിരുന്നാലും ആ അപകടത്തെ വീക്ഷിക്കുവാനും ആ അപകടത്തെ ശ്രദ്ധയോടുകൂടെ ഒന്ന് നോക്കിക്കാണുവാനും ഒക്കെ നമുക്ക് കഴിയും. അതാണ് ഈ സുഗമമായ യാത്രയുടെ പര്യവസാനം എന്ന് പറയപ്പെടുന്നത്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നോമ്പ് എന്ന് പറയപ്പെടുന്ന ഒരു മുന്നറിയിപ്പാണ്, ഒരു സൈൻ ബോർഡാണ്. പ്രത്യാശയുടെ പുനരുത്ഥാനത്തിലേക്ക് ഞാനും നിങ്ങൾ ഒരുമിച്ച് പ്രവേശിക്കുമ്പോൾ ഈ ചില മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യുവാനായിട്ട് പാടില്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കുവാനായിട്ട് പാടില്ല, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത്, എന്തൊക്കെയാണ് സ്വീകരിക്കുവാൻ പാടില്ല എന്നൊക്കെ ചില മുന്നറിയിപ്പ് നോമ്പ് കാലഘട്ടം നമുക്ക് നൽകാറുണ്ട്. അതാണ് ഈ ആരാധനകളിലും സന്ധ്യാപ്രാർത്ഥനകളിലും നമുക്ക് ലഭ്യമാകുന്നത്. വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ എപ്പോഴാണോ ഞാൻ ഈ വചനത്തെ അവഗണിച്ച് എൻ്റെ യാത്ര നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയാതെ കുരുലിൻ്റെ താഴ്വാരങ്ങളിൽ അകപ്പെട്ടു പോകുക സ്വാഭാവികം തന്നെയാണ്. അപ്പോൾ വചനം എപ്പോഴും നമുക്ക് മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ വചനത്തെ ഇങ്ങനെ പറയുന്നത്, വചനം എൻ്റെ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം. ഈ കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. വെളിച്ചമാകുന്ന വചനത്തിൽ കൂടെ യാത്ര ചെയ്യുന്നവനും അന്ധകാര ശക്തിയെ അതിജീവിക്കുവാനും പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനും വെളിച്ചത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കുവാനും കഴിയും എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ നമുക്ക് നൽകപ്പെടുന്നത്. അതൊരു മുന്നറിയിപ്പാണ്. വചനത്തെ പ്രകാശമായും ദീപമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തോടൊപ്പം ജീവിക്കുക എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ നോമ്പ് കാലഘട്ടത്തിൽ വചനം നമുക്ക് നൽകുന്നുണ്ട്. അവിടെ കർത്താവ് നമുക്ക് നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പാണ്, നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാനായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വിശുദ്ധിയേറിയ ഒരു ജീവിതം നയിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധി നിലനിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുന്നറിയിപ്പ് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. തെറ്റിക്കുവാനായിട്ട് ഒത്തിരി പേര് നമ്മുടെ മുൻപിലുണ്ട്, ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. യേശുവിനെ പരീക്ഷിച്ച അല്ലെങ്കിൽ യേശുവിനെ തെറ്റിക്കുവാൻ നോക്കിയ പരീക്ഷകൻ തന്നെ എൻ്റെയും നിൻ്റെയും ചുറ്റിലുണ്ട്. യേശുവിനെ പ്രലോഭകൻ പരീക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നൊക്കെ അകറ്റുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത്രയേറെ
ദൈവ സാന്നിധ്യമുള്ള ക്രൈസ്തവന് ആ പ്രലോഭനത്തിൻ്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, മാനുഷികതയിലായിരിക്കുന്ന നാമം പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ പ്രലോഭനങ്ങളെ ഒന്ന് അതിജീവിക്കണം. ക്രിസ്തു ഒന്ന് നമ്മെ പഠിപ്പിക്കണം. എങ്ങനെയാണ് ഈ വിശുദ്ധ ജീവൻ നയിക്കുവാനായിട്ട് എന്നിലും നിന്നിലും ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുക. അവിടെ പറയുന്നത് കർത്താവിൻ്റെ വചനം ഒന്ന് മുറുകെ പിടിക്കുക എന്നാണ്. കർത്താവിൻ്റെ വചനം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക, അത് ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തകളിലും ഒക്കെ ആ വചനത്തോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് കഴിയുക എന്നതാണ്. എങ്കിലും നമ്മെ തെറ്റിക്കുവാനായിട്ട് പലരും നമ്മുടെ അടുക്കൽ, ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും, നിങ്ങൾ സൂക്ഷിച്ച് കൊള്ളും. ഒരു അന്ത്യകാലഘട്ടത്തിൽ നടക്കുന്നതായ ചില ദുർവ്യാഖ്യാനത്തിൻ്റെയും ജീവിത രീതികളുടെയും അനുഭവത്തെയാണ് 24-ാമത്തെ അധ്യായത്തിൽ മത്തായി സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നത്. തെറ്റിക്കുന്നത് എന്താണ്? ഇവിടെ തെറ്റിക്കുവാതിരിയും സൂക്ഷിച്ചു കൊള്ളുവൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മെ തെറ്റിക്കുന്നത്? പ്രധാനമായും നമ്മെ തെറ്റിക്കുന്നത് ചില മോഹന വാഗ്ദാനങ്ങളാണ്. ഈ മോഹന വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ ഈ തലമുറകളെ തെറ്റായ പാതയിലൊക്കെ നയിക്കുന്നത്. യൗവന കാലഘട്ടത്തിൽ 10 വയസ്സ് മുതലുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ അവരും തെറ്റിപ്പോകുവാനായിട്ട് കാരണം ചില മോഹന വാഗ്ദാനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ വലയിൽ വീഴുന്നുണ്ട് എന്നും അവർ ഈ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചേരുന്നെന്ന് ചോദിക്കുമ്പോൾ ചില മോഹന വാഗ്ദാനങ്ങളാണ്. ആർക്കും കൊടുക്കുവാനായിട്ട് കഴിയാത്ത ചില മോഹന വാഗ്ദാനങ്ങൾ വഴുതി വീഴുമ്പോഴാണ് മനുഷ്യൻ ഈ ജീവിതത്തെ നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക. അത്തരത്തിൽ മോഹന വാഗ്ദാനം സ്വന്തമാക്കി അല്ലെങ്കിൽ നേടിയ ഒരു മനുഷ്യനാണ് യേശുവിൻ്റെ ശിഷ്യനായ യൂദ. യേശുവിൻ്റെ ശിഷ്യനായ യൂദയുടെ മുൻപ് ഒരു മോഹന വാഗ്ദാനം നൽകി, 30 വെള്ളിക്കാശ് സമ്പത്ത്, കുറച്ചൊക്കെ പൈസ കയ്യിൽ കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു മോഹന വാഗ്ദാനങ്ങൾ വീഴുമ്പോഴാണ് ഈ യൂദ തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നത്. അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ തൂങ്ങിച്ചാകപ്പെടുന്ന, ഒരു കയറിന്മേൽ ചാകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ മനുഷ്യൻ വഴുതി വീഴുന്നത്. കാരണം തെറ്റിക്കുവാനായിട്ട് ഒത്തിരി പേർ എൻ്റെയും നിൻ്റെയും ചുറ്റുപാടിലുണ്ട്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാനൊന്ന് തെറ്റായി നടക്കുക, ഞാനൊന്ന് വഴിമാറി നടക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുക എന്നതാണ്. അതിനെയാണ് ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ ഈ തെറ്റിൻ്റെ അനുഭവത്തിലേക്ക് വഴുതി വീഴ്ത്തുകയും ചെയ്യുന്നത്. അപ്പോൾ തെറ്റ് അല്ലെങ്കിൽ തെറ്റിക്കുന്നത് ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത് മോഹന വാഗ്ദാനങ്ങളാണ്. മറ്റൊരു ഘടകമെന്ന് പറയുന്നത് ഈ അപവാദ പ്രചരണങ്ങളാണ്, നുണപ്രചരണങ്ങളാണ്. അതിൻ്റെ ഒത്തിരിയേറെ അർത്ഥങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതിലേക്ക് ഈ നാളുകളിലൊക്കെ നാം എല്ലാവരും കേൾക്കുന്നത് തന്നെയാണ്. ഈ ചില തെറ്റായ ചിന്തകളിലും തെറ്റായ ജീവിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ പാപത്തിൻ്റെ താഴ്വാരങ്ങളിൽ വഴുതി വീഴുക. അവിടെയാണ് ക്രിസ്തു നമ്മോട് പഠിപ്പിക്കുന്നത്, പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ തക്കവിധം പ്രാർത്ഥനയും വചനവും ഒന്ന് മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ്. എന്താണ് ഈ പ്രലോഭനം എന്ന് പറയുന്നത്? അർഹിക്കാത്തത് നേടുവാനുള്ളൊരു പ്രേരണയാണ് ഈ പ്രലോഭനം എന്ന് പറയുന്നത്. അർഹിക്കാത്തത് നേടുവാനുള്ളൊരു പ്രേരണ. എനിക്ക് അത് ആവശ്യമില്ല എന്ന് അറിഞ്ഞിട്ടും അതാവശ്യമാണ് എന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെയുള്ള ഒരു ഓട്ടത്തെയാണ് ഈ പ്രലോഭനം. ആ പ്രലോഭനം ചെന്ന് നിൽക്കുന്നത് നാശത്തിൻ്റെയും മരണത്തിൻ്റെയും താഴ്വാരങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ ജീവിതം നയിക്കുവാൻ കർത്താവ് നോമ്പ് നമുക്ക് നൽകുമ്പോൾ എങ്ങനെയാണ് ഈ വിശുദ്ധ ജീവൻ നയിക്കേണ്ടത്? വചനം പറയേണ്ടത് തെറ്റിക്കുവാതിരിക്കുവാൻ, തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളെയൊക്കെ തെറ്റിക്കുവാൻ ഒത്തിരി പേർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒത്തിരി പേർ നിങ്ങളെ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്നും ദൈവാലയത്തിൽ നിന്നൊക്കെ അകറ്റി നിർത്തുവാനായിട്ട് തെറ്റിപ്പിക്കുന്ന വാക്കുകളുമായി നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യരും തിരിച്ചറിയുവാനായിട്ടുള്ള അകക്കണ്ണും ജ്ഞാനത്തിൻ്റെ കണ്ണും ഒക്കെ നമുക്ക് ഉണ്ടാകണം. അവിടെയാണ് ഈ സൂക്ഷ്മതയുടെ അനുഭവത്തിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, കാൽവരിക്കുരിശിൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധ്യമാകുക. പലരും വരുന്നുണ്ട്, ഞാനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ വീഴ്ന്നു പോകാതെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കാണുവാനും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കൊരുങ്ങാം. വിശുദ്ധിയുടെ അനുഭവത്തോടു കൂടെ ആയിരിക്കുവാൻ ഈ നോമ്പ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട